അല്ല, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത്, അതിന് മുമ്പിലത്തെ പ്രാവശ്യവും 2 പ്രാവശ്യം BJP ആണ് 2ാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് വന്നത്. തൃശ്ശൂരിൽ BJP 3ാം സ്ഥാനത്താണ് പോയിരുന്നത്. അതാണ് അതിൻ്റെ കണക്ക്. അപ്പം ഞങ്ങൾ അവിടെ ട്രയാങ്കുലർ ഫൈറ്റാണ് ഈ 3 സ്ഥലത്തും നടക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യവും അവർ തൃശ്ശൂർ കുറേ വോട്ട് പിടിച്ചിരുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്. കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഈ സീറ്റിൽ മാത്രം കഴിഞ്ഞ 2 പ്രാവശ്യം BJP 2ാം സ്ഥാനത്ത് വന്നത്. അല്ലാതെ EP ജയരാജൻ പറയുന്നത് പോലെ LDF അല്ല BJP അടിച്ചു കയറും, ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി എവിടെ അവർ 2ാം സ്ഥാനത്ത് വന്നാലും LDF അവിടെ 3ാം സ്ഥാനത്തായിരിക്കും. അല്ലാതെ അദ്ദേഹത്തിന് പറയാനല്ല, സ്ഥാനാർത്ഥിയാണല്ലോ അദ്ദേഹം. 2ാം സ്ഥാനത്താണോ 3ാം സ്ഥാനത്താണോ നിൽക്കുന്നതെന്ന് പന്ന്യൻ രവീന്ദ്രനെ പോലും സ്ഥാനാർത്ഥി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ശശി തരൂർ ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് പന്ന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയാണ്, ശശി തരൂർ ജയിക്കുമെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റും. അല്ല, അതെന്താ, അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരിതാണ്. കഴിഞ്ഞ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യത്തെയും അതിന് മുമ്പിലത്തെ പ്രാവശ്യത്തെയും വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ LDF വളരെ താഴെയാണ്. LDF-ന്റെ സ്ഥാനാർത്ഥികൾ വോട്ട് പിടിച്ചിരുന്നത് വളരെ താഴെ. അതുകൊണ്ട് ആ പാറ്റേൺ, വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഞാനതിൽ ആദ്യം മറുപടി പറഞ്ഞു. അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറയാം. വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിയാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റ്, ഞാൻ പറഞ്ഞോളാം. എൻ്റെ കാര്യമല്ലേ. അല്ല എൻ്റെ കാര്യം, അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റാണ്. ഞാൻ മാറുമെന്നല്ലേ ചോദിച്ചത്, ക്ലിയർ ആയിട്ട് എന്നോട് ചോദിച്ചപ്പോൾ. അല്ല, എന്നോട് ചോദിച്ചാൽ അല്ല, KPCC ഇപ്പോൾ നമ്മളൊരു താൽക്കാലിക സംവിധാനമല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം ഉണ്ടാവും. അത് ഞങ്ങളുടെ കൂട്ടായ നേതൃത്വത്തെ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDF-ന്റെ ഘടകകക്ഷികളും. ഞാൻ കണ്ടിട്ടില്ല ഇത്രമാത്രം ഘടകകക്ഷികൾ ഇത്രയും മാത്രം പ്രവർത്തിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിലും. അവർ കേരളം മുഴുവൻ നടന്ന് പ്രവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തകരും എല്ലാവരും, നേതാക്കൾ എല്ലാവരും. ഇത്രയും ടീം വർക്ക് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. ആ ടീം വർക്കിൻ്റെ വിജയമായിരിക്കും. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സാങ്കല്പികമായൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം UDF ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്കായിരിക്കും. കണ്ണൂരൊക്കെ നന്നായി മത്സരം നടക്കുന്ന സ്ഥലങ്ങളല്ലേ, അവിടെ KPCC പ്രസിഡന്റ് ജയിക്കും, നല്ല ഭൂരിപക്ഷം ജയിക്കും. മുൻ PA അല്ലേ, അവനെ പറഞ്ഞു പണ്ട് വിട്ടതല്ലേ പുള്ളി. അവനേതായാലും മരിക്കും പോട്ടെ, എന്ത് ഇത്രയും വാർത്ത അവനെ പറഞ്ഞു വിട്ടല്ലേ, പുള്ളിയുടെ കൂടെ പറ്റില്ല എന്നാണ് പറഞ്ഞു വിട്ടല്ലേ അവനെ. അപ്പോൾ അവൻ ഏതെങ്കിലും മരിക്കും പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ PA അല്ലല്ലേ.